അൻവറിനെ UDF-ൽ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതിന് ശേഷം ഇപ്പോഴിങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് ശരിയല്ല. അൻവറിനെ അങ്ങ് പറഞ്ഞു പറ്റുകയാണ്. കൂടെയുണ്ടെന്ന് പറയുകയും ചെയ്യും, കൂട്ടത്തുമില്ല. അൻവറിന്റെ സഹായം വാങ്ങും, പക്ഷേ UDF-ന്റെ ഭാഗമാക്കണോ എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇനി എന്ത് ചർച്ചയാണ് ചെയ്യാനായിട്ടുള്ളത്? രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മ കാണിക്കുന്നവരെ തിരിച്ചറിയുക തന്നെ ചെയ്യും കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും നിലമ്പൂരിലെ ജനങ്ങൾ. ഇവിടെ അൻവറിനെ നേരത്തെയൊക്കെ അങ്ങ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? UDF-ലുള്ള എല്ലാവരും, കോൺഗ്രസ്സുകാരടക്കം വിളിച്ചുകൊണ്ടിരുന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ അൻവർ, ഇതാ പിണറായി വിജയനെ, P ശശിയെ, MR അജിത് കുമാറിനെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് എതിർത്ത് വരികയാണ്. അപ്പോൾ അൻവറിനെ കൊണ്ട് ചെയ്യിക്കാനുള്ളതെല്ലാം ചെയ്യിപ്പിച്ച് അതിന്റെ ഗുണഫലം എടുക്കാവുന്നത്ര എടുക്കാനായിട്ട് പരമാവധി ശ്രമിച്ചതിന് ശേഷം ഇപ്പോൾ അൻവർ വേണ്ട, അൻവർ കറിവേപ്പിലയാണ് എന്ന ഒരു സമീപനത്തിലേക്ക് VD സതീശനും കൂട്ടരെത്തുകയാണെങ്കിൽ അത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഓരോ പഞ്ചായത്തിൻ്റെയും ഭരണം അട്ടിമറിച്ച് 2 പഞ്ചായത്തിൻ്റെ ഭരണം അങ്ങോട്ട് താലത്തിൽ വെച്ച് അൻവർ കൊടുത്തത് UDF മറന്നു പോകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് VD സതീശനെങ്കിലും മറന്നു പോകാൻ പാടില്ലായിരുന്നു. അൻവർ നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ സഹായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മിൻഹാജിനെ ആദ്യം നിർത്തി, പിന്നീട് പിൻവലിച്ചതും ഇതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ചു പോകാം എന്നുള്ള ഒരു ഫോർമുലയുടെ ഭാഗമായിട്ടാണ്. അതിനുശേഷം പിന്നീട് 2 പഞ്ചായത്തുകളുടെ ഭരണം UDF-ലേക്ക് വന്നത് എങ്ങനെയാണ്? അൻവറിന്റെ തൃണമൂലം കൂടി സഹായിച്ചതുകൊണ്ടാണ്. ഇവിടെ മലയോര മേഖലയോട് ഇടത് സർക്കാർ കാണിക്കുന്ന തിരിഞ്ഞു നോക്കാതെയുള്ള ഒരു സമീപനം, ഒരിടത്ത് വെച്ച് PV അൻവറിനെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ UDF-ൽ ഒരു കസേര ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് VD സതീശനുള്ള ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകുന്നില്ല. സ്ഥാനാർത്ഥിയാകാനൊന്നും അൻവർ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അല്ലെങ്കിൽ സ്വതന്ത്രനായി വരും എന്നൊന്നും പൂർണ്ണമായും ഞാൻ കരുതുന്നുമില്ല. പക്ഷേ അൻവറിനെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതുണ്ട്. അത് പലർക്കുമുള്ള ഒരു മറുപടിയായി തന്നെയാണ്. അൻവർ വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അൻവർ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പിണറായി വിജയനെതിരെ പറഞ്ഞപ്പോഴൊന്നും അൻവറിന്റെ ഭാഷയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പിണറായി വിജയനെയും P ശശിയെയും MR അജിത് കുമാറിനെയും ഒക്കെ അൻവർ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ സ്ഥാനാർത്ഥി കൊള്ളില്ല. ആര്യാടൻ ഷൗക്കത്ത് കൊള്ളാമായിരുന്നെങ്കിൽ, ആര്യാടൻ മുഹമ്മദിന്റെ അത്രയും മിടുക്കനായിരുന്നെങ്കിൽ 2016 ജയിച്ചേനേമല്ലോ, അല്ലെങ്കിൽ 2021 വീണ്ടും സീറ്റ് പാർട്ടി കൊടുത്തേനേമല്ലോ. അത് കൊടുത്തില്ലല്ലോ. 2021 VV പ്രകാശിനെയല്ലേ നിർത്തിയത്? ഇത്ര മിടുക്കനാണെങ്കിൽ 2021 നിർത്തി ജയിപ്പിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ LDF-ലും ഇല്ല, UDF-ലും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ അയാളെ അങ്ങനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അൻവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അൻവർ ഇതല്ലാതെ എന്താണ് ചെയ്യേണ്ടത് എന്നതുകൂടി പറയണം. അൻവറിനെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു. അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? DMK കഴിഞ്ഞു, അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് വരുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ദേശീയ തലത്തിലുള്ള നിലപാടാണ് പ്രശ്നമെങ്കിൽ ആദ്യമേ അത് തുറന്നു പറയാമല്ലോ. അതൊന്നും തുറന്നു പറയുന്നില്ല.